ഇന്നത്തെ പ്രവൃത്തി മഹത്തായ ഒരു പ്രവൃത്തിയാണ്, അതും ഈ ഒരു ദിനത്തിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഇത്രയും ഒരുപാട് വലുതും ചെറുതുമായ കൂട്ടായ്മകളാണ് ലോകത്ത് സാമൂഹ്യ മാറ്റങ്ങളും സാംസ്കാരിക മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂട്ടായ്മകൾ മാത്രമല്ല, നമ്മുടെ ഏതൊരു പ്രവൃത്തിയും നമുക്ക് ലോകത്തിന് നന്മ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രവൃത്തികൾ തന്നെയാണ്. ഇത് പാട്ടായാലും കവിതയായാലും വരയായാലും ആട്ടമായാലും പ്രസംഗമായാലും ഒക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ നമ്മളിൽ രാജ്യത്ത് ഉണ്ടാക്കുന്നുണ്ട്. അടിമത്ത നൂക്കം പേറി പാട്ട് കേൾക്കുമ്പോൾ ഒന്ന് പാട്ടിനത്തെ താളമാവാമോ കേട്ടോ. ഏറ്റുപാടുന്നതിൽ കുഴപ്പമില്ല കേട്ടോ, ഒന്ന് കയ്യടിച്ചേ നിങ്ങൾ. പാട്ട് കത്തിക്കണം, കയ്യടിക്കണം. ഓക്കെ. ആടവച്ചൂഷണമേറി വിമോചന ആത്മകമായ സിദ്ധികളുമൊക്കെ തന്നെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ആയുധങ്ങളാക്കി മാറ്റാം. നമുക്ക് മുമ്പേ സഞ്ചരിച്ച ഒരുപാട് കവികളും കലാകാരന്മാരും എഴുത്തുകാരും ഫ്രീഡം ഫൈറ്റേഴ്സും ഒക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്, മാതൃകയായിട്ടുണ്ട്. പാട്ടായാലും വരയായാലും കവിതയായാലും കഥയായാലും അട്ടമായാലും പ്രസംഗമായാലും ഒക്കെ തന്നെ ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ കൈമാറുന്നുണ്ട്, ഒരുപാട് ആശയങ്ങൾ കൈമാറുന്നുണ്ട്. അടിമത്ത നോകം പേറി ആടവച്ചൂഷണമേറി അടങ്ങാത്ത വിമോചന കോടികൾ പാറി എങ്ങും അടരിന്നായോട്ടുങ്ങാത്ത അണികൾ ചീറി ഉടനിന്ത്യ വീടാൻ നോക്ക് അടക്കിക്കോ ഇനി നാക്ക്. ഉടനിന്ത്യ വീടാൻ നോക്ക് അടക്കിക്കോ ഇനി നാക്ക്. കൊടിയ മാധകൻ ബ്രിട്ടൻ നാടുങ്ങിപ്പോയി എങ്ങും അടരിന്നായോടുങ്ങാത്ത അണികൾ ചീറി. ഇന്ത്യയെ അടക്കി ഭരിച്ച ക്രൂരനായ ബ്രിട്ടനോട് നീ ഇന്ത്യ വിട്ടുപോകണം, ഇന്ത്യക്ക് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് പാടിയത് മാപ്പിളപ്പാട്ടിലൂടെയാണ്. അപ്പോൾ പാട്ടായാലും ചിത്രമായാലും വരയായാലും ഒക്കെ തന്നെ ഒരുപാട് സന്ദേശങ്ങൾ സമൂഹത്തോട് പറയുന്നുണ്ട്, സംവദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടവയാണ്. അത്തരം ഒരുപാട് സർഗാത്മക സൃഷ്ടികൾ നമ്മെ ഉത്ഭുതരാക്കിയിട്ടുണ്ട്. വരിക സഹചരെ സഹന സമര സമയമായി, വരിക സഹചരെ സഹന സമര സമയമായി, കരളുറച്ച് കൈകൾ വീശി കാൽനടയ്ക്കു പോക നാം. അംശി നാരായണ പിള്ള എന്ന കവി, പാട്ടുകാരൻ, അന്ന് ഈ പാട്ട് കവിത എഴുതിയത് ഇന്ത്യയുടെ അമൃതം പോലുള്ള ഫ്രീഡം ലഭിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ നമുക്ക് ഫ്രീഡം ലഭിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ചെറുതും വലുതുമായ കൂട്ടായ്മകൾ, കവികൾ, കലാകാരന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്നതാണ് ഇത് നാം അനുഭവിക്കുന്ന. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ മൃദൂട്ടും പാർവണ ശശിബിംബം. ലോകത്ത് ഒരൊറ്റ മതമാണുള്ളത്, അത് സ്നേഹമാകും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പ്രേമസങ്കേതം എന്ന കവിതയിലെ വരികളാണ്
ഈ വരികൾക്ക് അന്നും ഇന്നും എന്നും പ്രസക്തിയുണ്ട്. ഇതാണ് ഒരു സർഗാത്മക സൃഷ്ടി ലോകത്തോട് എങ്ങനെ സംവദിക്കുന്നു, മൂല്യവത്തായി എങ്ങനെ സംവദിക്കുന്നു എന്നതിൻ്റെ പ്രധാന ഉദാഹരണങ്ങളൊന്നും. പട്ടും പാരും തക്കട്ടു ഞാൻ പണ്ടേ മാറന്നേ. കൈയടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പാട്ടിനൊത്ത് താളമാവാം. പാട്ടും പാരും തക്കട്ടു ഞാൻ പണ്ടേ മാറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ട് കളഞ്ഞേ, എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യന്റെ തേയേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യന്റെ തേയേ. കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാന്റെ ദൈവം, കുഞ്ഞും തക്കട്ടു ഞാൻ പണ്ടേ മാറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ, എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യന്റെ തേയേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യന്റെ തേയേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യന്റെ തേയേ. ഇന്ത്യക്ക് ഫ്രീഡം